നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 104. കുറച്ചുനേരം അമ്മു അങ്ങനെ തന്നെ നിന്നു. ജയ് അവളോടൊന്നും മിണ്ടാനും തുനിഞ്ഞില്ല. ജയ്യുടെ മാറോട് ചേർന്ന് ആ നിൽപ്പ്. അവൾ ആ സമയം വേദനകൾ മുഴുവൻ ഉള്ളിലടക്കിയാണ് നിൽക്കുന്നതെന്ന് ജയ്ക്ക് തോന്നി. അമ്മു. ജയ് പതുക്കെ അമ്മുവിൻ്റെ മുഖമൊന്നുയർത്തി. എന്താ മോളെ, എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞല്ലോ ബ്രോ, എൻ്റെ സന്തോഷം എനിക്കത് എങ്ങനെ പ്രകടിപ്പിക്കണ്ടേന്ന് അറിയണ്ടേ. മോളെ കാണാൻ എന്തുകൊണ്ടാ ഇത്രയും നാളായിട്ടും അച്ഛൻ വരാതിരുന്ന്? അമ്മ വരാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി, പക്ഷേ അച്ഛൻ എന്തുകൊണ്ടാണ് വരാതിരുന്ന്? ജയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അമ്മ ഒന്ന് പതറി. അത് അച്ഛന് ഇപ്പോൾ ഒരുപാട് തിരക്കുകൾ ആയതുകൊണ്ടാണ്. ആദ്യമൊക്കെ അച്ഛൻ വന്നിരുന്നു, ഇപ്പം പിന്നെ അച്ഛൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ബ്രോ, ഇവിടം വരെ എത്തണ്ടേ. അതുകൊണ്ട് അമ്മുവിന് അച്ഛനെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. അത് നന്നായി ജയിക്കറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനെക്കുറിച്ച് അവൾ ഒരിക്കലും ഒരു മോശം പോലും പറയില്ല. ഇതിൽ കൂടുതൽ അമ്മുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജയ്ക്ക് തോന്നി. അത് കുഴപ്പമില്ല ബ്രോ, ഇനി ആരൊക്കെ വന്നില്ലേലും അതൊന്നും വിഷയമല്ല. എൻ്റെ ബ്രോ വന്നല്ലോ എന്നെ കാണാൻ. അവൾ ആ വിഷയം അവിടെ അവസാനിക്കട്ടെ എന്നോർത്ത് പറഞ്ഞു. ഞാൻ മറന്നു, ഇതൊക്കെ ബ്രോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണല്ലേ? ജയുടെ ബാഗിലേക്ക് നോക്കി അമ്മ പറഞ്ഞു. നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. അവൾ ആവേശത്തോടെ അത് തുറന്നു. വാവ്, എന്തൊക്കെയാ ബ്രോ ഇത്? തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച കണ്ട് അമ്മ പറഞ്ഞു. ഇത്രയും ചോക്ലേറ്റ്സോ, ഡ്രസ്സ്, ഓ എനിക്ക് വയ്യ, എന്തൊക്കെയാ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്? അയ്യോ ബ്രോ, ഒരുപാട് കാശായില്ലേ ഇതിനൊക്കെ? അമ്മു ജയുടെ മുഖം നോക്കി ചോദിച്ചു. കാശ് ഒരുപാടായി, പക്ഷേ കാശ് കൊടുത്തത് ഞാനല്ല, ജയ് അമ്മുവിനോടായി പറഞ്ഞു. പിന്നെ മോളെ കാണാൻ ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അമ്മ മോക്ക് വേണ്ടി വാങ്ങിത്തന്നതാ ഈ കാണുന്നതൊക്കെ, അല്ലാതെ ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല. അവളുടെ സന്തോഷം ഒരു നിമിഷത്തേക്ക് അങ്ങ് മങ്ങി. ആ പെട്ടി അവൾ പെട്ടെന്ന് തട്ടിമാറ്റി. എന്നെ കാണാൻ പറ്റുമെന്ന് അവരോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അവരെനിക്ക് വാങ്ങിത്തന്നത് ബ്രോ എന്തിനാ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്? ബ്രോയ്ക്ക് അറിയാവുന്നതല്ലേ. അവരുടെ ഒരു സാധനവും എനിക്ക് വേണ്ട. അമ്മുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒരിക്കലും വരാത്ത അച്ഛനേക്കാളും ഭേദമല്ലേ അമ്മ? ചിരിച്ചുകൊണ്ട് ജയ് ചോദിച്ചു. ആ ചോദ്യം അമ്മുവിന് അല്പം അമ്പരപ്പാണുണ്ടാക്കിയത്. സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മയുടെ സ്നേഹം അമ്മുവിന് വേണ്ട. അത് തരാൻ മടിക്കുന്ന അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ അമ്മ പോകുന്നു. സത്യത്തിൽ ശരിക്കും അതല്ലേ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ജയ്യുടെ ആ ചോദ്യം കേട്ട് അമ്പരപ്പോട് കൂടി തന്നെ അവൾ ജയ്യെ നോക്കി. എന്തെങ്കിലും നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? മോളുടെ ജീവിതത്തിൽ മോള് മനസ്സിലാക്കാത്ത പോയ ഒരു വലിയ സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? മോളുടെ സ്നേഹം കൊതിച്ച് അമ്മ പുറകെ നടക്കുന്നു. അത് വേണ്ടെന്ന് വെച്ച് അത് അമ്മയ്ക്ക് നൽകില്ല എന്ന് വാശി പിടിച്ച് മോൾ അമ്മയെ തട്ടി മാറ്റുന്നു. മോള് സ്നേഹം കൊതിക്കുന്നത് അച്ഛൻ്റെയാണ്, അതാണെങ്കിൽ അച്ഛൻ തരുന്നുമില്ല.
വല്ലാത്തൊരു ജീവിതം തന്നെ മോളുടെ. ജയ് അമ്മുവിനെ നോക്കി പറഞ്ഞു. ജയുടെ വാക്കുകൾക്ക് എതിർക്കുന്ന സ്വഭാവം അമ്മുവിനുണ്ടെങ്കിലും ആ നിമിഷം അവളൊന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞതിലൊരു സത്യമുണ്ടോ എന്നൊരു നിമിഷം അവൾ ആലോചിച്ചതുപോലെ അങ്ങനെ നിന്നു. മോൾ ആലോചിക്ക്, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യങ്ങളല്ലേ എന്ന്. അതിനും അമ്മ ഒന്നും മിണ്ടിയില്ല. എന്നാലും അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവും മുഖത്ത് വിരിഞ്ഞ നിരാശയും മാറ്റണമെന്ന് ജയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലിരുന്ന ആ ബാഗ് കൂടി അവൾക്ക് മുന്നിൽ ജയ് വെച്ചു. ഇതിൽ മുഴുവൻ ഞാൻ മോക്ക് വേണ്ടി വാങ്ങിയതാ. ഒരുപാടൊന്നുമില്ല, അമ്മ വാങ്ങി തന്നതുപോലെ. വളരെ കുറച്ചേ ഉള്ളൂ. മോളൊന്ന് നോക്കി. അവളുടെ മുഖത്ത് വീണ്ടും സന്തോഷം വിരിഞ്ഞു. സന്തോഷത്തോടു കൂടി അവൾ ആ ബാഗ് തുറന്നു. വാവ്! അവൾ അപ്പോഴും അതേ വാചകം തന്നെ പറഞ്ഞു. സാരി സാരിയാണോ ബ്രോ ഇത്? അത് ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് എനിക്ക് വല്ല ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് പൊതുവെ പെൺകുട്ടികൾ സാരി ഉടുത്ത് കാണുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു സാരിയാണ് എടുത്തത്. പിന്നെ ഞാനെടുത്ത വേറെ ഡ്രസ്സൊന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാനൊരു സാരി വാങ്ങി. മോളിത് ഉടുക്കണമെന്നില്ല കേട്ടോ. മോള് സാരിയൊന്നും ഉടുക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തെങ്കിലും മോക്കൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് സാരി വാങ്ങാനാണ് തോന്നിയത്. ജയ് വാങ്ങിയ സാരി നോക്കി അമ്മു ഒരല്പനേരം നിന്നു. പതിയെ അവൾ സാരി കൈകൊണ്ടൊന്ന് തലോടി. ഞാൻ ഒരു തവണ സാരി ഉടുത്തിട്ടുണ്ട്, ഒരു ഫങ്ഷനെ. അല്ലാതെ ഉടുത്തിട്ടില്ല. അന്ന് തന്നെ അതൊരു വല്ലാത്തൊരു ബോറടിയായിരുന്നു. സാരിയൊന്നും എനിക്ക് ഒട്ടും ചേരില്ല എന്നെനിക്ക് അന്ന് തന്നെ തോന്നിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മോളെ, മോക്ക് വേണ്ടി വാങ്ങാൻ തോന്നിയപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നിയത് സാരിയാണ്. എനിക്ക് അത്യാവശ്യം പെൺകുട്ടികളുടെ ഡ്രസ്സ് ഒരല്പമെങ്കിലും സെലക്ഷൻ അറിയുന്നത് സാരിയാണ്. അതുകൊണ്ട് ഞാൻ അതെടുത്തത്. മോളിത് ഉടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ചോക്ലേറ്റ്സ് അവൾ ചോക്ലേറ്റ്സിലേക്കായി പിന്നെ അവളുടെ കണ്ണ്. ബ്രോം ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, മോള് വാങ്ങാൻ പറഞ്ഞൊരു കാര്യം ചോക്ലേറ്റ്സ് ആണല്ലോ. അതുകൊണ്ട് ഞാനത് വാങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ അമ്മ വാങ്ങിയ വില കൂടിയ ചോക്ലേറ്റ്സ് ഒന്നും ആവില്ല. ജയ് വാങ്ങിയ ചോക്ലേറ്റ്സ് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ പൊട്ടിച്ചു കഴിച്ചു. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് ജയ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അമ്മ വാങ്ങി നൽകിയ വിലപിടിപ്പുള്ള ചോക്ലേറ്റ്സ് മാറ്റിവെച്ചിട്ടാണ് താൻ വാങ്ങി നൽകിയ വില കുറഞ്ഞ ചോക്ലേറ്റ്സ് അവൾ ആസ്വദിച്ച് കഴിക്കുന്നത്. ആ കാഴ്ച നോക്കി അല്പനേരം ജയ് അങ്ങ് നിന്നു. അതിൽ നിന്ന് തന്നെ അവന് ഒരു കാര്യം കൂടി മനസ്സിലായി. അമ്മയോടുള്ള ദേഷ്യവും തന്നോടുള്ള സ്നേഹവും അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവൻ വായിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രോ, സൂപ്പർ. താൻ വാങ്ങിയ ഓരോ ചോക്ലേറ്റ്സും അവൾ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. അടിപൊളി. മോളെ, ഈ ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്നതാണ്. അമ്മ മോക്ക് വേണ്ടി വാങ്ങിയത് നല്ല വില കൂടിയ ചോക്ലേറ്റ്സാണ്. മോക്കത് വേണ്ടേ? ജയ് അമ്മുവിനോടായി ചോദിച്ചു. അവരുടേതൊന്നും എനിക്ക് വേണ്ട ബ്രോ, പ്ലീസ്. അവരുടെ സംസാരം നമുക്ക് വേണ്ട, ഇവിടെ നിർത്താം. നോക്ക് വേണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിന് കൊടുത്തേക്ക്. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ, അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ജയ് അമ്മുവിനോടായി പറഞ്ഞു. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല മോളെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുറിയിൽ മോൾ ഒറ്റയ്ക്കാണോ താമസം? വേറെ ആരുടെയും ഒന്നും കാണുന്നില്ല. അതെ, എനിക്ക് വേണ്ടി സ്പെഷ്യൽ മുറിയായത്.
വലിയേട്ടനാണല്ലോ ഇവിടുത്തെ മാനേജ്മെൻറ്റിൽ ഒരാൾ, അതിൻ്റെ പേരിൽ കിട്ടിയതാ. ഓ, അങ്ങനെ. ഞാനിവിടെ ഒരു സ്പെഷ്യൽ കിഡാ. എന്തേ? ഹും, ആയിക്കോട്ടെ. ജയ് ഒന്ന് ചിരിച്ചു. അപ്പോൾ വലിയേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ, മോളിരുന്ന് ചോക്ലേറ്റ്സ് കഴിക്കാൻ പോവാ. ഇനി എന്താ പരിപാടി? ബ്രോ വന്നതല്ലേ, നമുക്കൊന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം. എന്തു പറയുന്നു? ആ, അതിന് വിടുമോ ഇവിടുന്ന്? ആ, അതൊന്നും കുഴപ്പമില്ല, പാരൻസിൻ്റെ കൂടെയൊക്കെ വിടും. ആ, എന്നാൽ ശരി, നമുക്ക് പോയിട്ട് വരാം. ആ, ഞാൻ പെട്ടെന്ന് റെഡിയാവാം. ബ്രോ ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ? ആ, ശരി. ആ, ഞാൻ പുറത്ത് താഴെ നിൽക്കാം, മോള് വന്നാൽ മതി. ഓക്കെ, ശരി ബ്രോ. ഓക്കെ. ആ, ബ്രോ. ആ, എന്താ മോളെ? സാരി ഞാൻ ഉടുക്കാറില്ല, പക്ഷേ ബ്രോ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ, ഞാനത് ഉടുക്കും. എനിക്കിഷ്ടപ്പെട്ടു, കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചോക്ലേറ്റ്സും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. അതിനവൻ ചിരിക്കുക മാത്രം ചെയ്തു. ഇതും പറഞ്ഞ് അവൻ താഴേക്കിറങ്ങി. ജയ് അമ്മുവിൻ്റെ മുറി വിട്ടിറങ്ങി. അവളുടെ വരവിനായി അവൻ താഴെ കാത്തിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അമ്മു താഴേക്കിറങ്ങി. ജയ്ക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു അവളുടെ ആ വരവ്. താൻ നൽകിയ സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. അത്ഭുതത്തോടു കൂടി ജയ് അവളെ ഒന്ന് നോക്കി. "അം, അം, അല്ല മോളെ, സാരി എന്താ ഉടുത്തെ? മോക്കല്ലേ ഇഷ്ടമില്ലെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, ബ്രോ വാങ്ങിയതല്ലേ, എനിക്കിഷ്ടമില്ലെങ്കിലും ഞാനത് ഉടുക്കും. പിന്നെ ഉടുത്തപ്പോൾ നല്ല ഭംഗി തോന്നുന്നു എന്നെ കാണാൻ, അല്ലേ? ആ, ഇത് ഞാൻ പറഞ്ഞ ആ സാരിയുടെ ബ്ലൗസാ, അത് കയ്യിലുണ്ടായിരുന്നു. ഇതിലേക്ക് അത്ര വലിയ മാച്ചൊന്നുമല്ല, പിന്നെ ബ്ലൗസൊക്കെ ഇപ്പോൾ റെഡിയാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിതങ്ങ് എടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് കണ്ട് റിസപ്ഷനിലുള്ള ആ സ്റ്റാഫ് അമ്മുവിനോട് പറഞ്ഞു. കൊള്ളാലോ അമ്മു, സാരി നന്നായിട്ട് ചേരുന്നുണ്ട് നിനക്ക്. ബ്രോ കൊണ്ടുവന്നതാ? ആ ചോദ്യം കേട്ട് അമ്മു ഒന്ന് ചിരിച്ചു. ബ്രോയ്ക്ക് എന്നെ സാരിയിൽ കാണണമെന്ന ആഗ്രഹം, അതുകൊണ്ട് എനിക്ക് സാരിയാ കൊണ്ടുവന്നേ. അല്ലേ ബ്രോ? ഓ, ആയിക്കോട്ടെ, ഇവക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ട് ആ സ്റ്റാഫ് അതും പറഞ്ഞു അവിടെ നിന്ന് പോയി. നമുക്ക് പോയാലോ? അല്ല, വാർഡനോട് അനുവാദം വാങ്ങണ്ടേ? ആ, എന്നാ ബ്രോ ചെന്ന് അത് വാങ്ങിയിട്ട് വാ. പുറത്തേക്ക് കൊണ്ടുപോവാനുള്ള അനുവാദം വാർഡനോട് വാങ്ങിക്കൊണ്ട് ജയും അമ്മുവും അവിടെ നിന്നിറങ്ങി. ബ്രോ, ബ്രോ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചിരുന്നു. മോൾ കഴിച്ചായിരുന്നോ? ഞാനും കഴിച്ചിരുന്നു. ബ്രോയ്ക്ക് നാടൊക്കെ ഇഷ്ടമായോ? പിന്നെ ബാംഗ്ലൂർ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ, പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ബ്രോ. എന്താ മോളെ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പനേരം അവളങ്ങ് നിന്നു. എന്താ മോളെ? അല്ല, ഒന്നുമില്ല. അല്ല, ഒന്നുമില്ല. അതെന്താ? ഒന്നുമില്ല ബ്രോ. അവൾ അധികമൊന്നും പറയാതെ അവൻ്റെ ഷോൾഡറിൽ പതുക്കെ തലചായ്ച്ചു. അവനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൾ അങ്ങനെയിരുന്നു. ജയ് ഒന്നും പറഞ്ഞില്ല. നമുക്ക് ആദ്യം എവിടേക്കാണ് പോകണ്ടേ? ബ്രോയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം, എനിക്ക് പ്രശ്നമില്ല, എവിടെയാണെങ്കിലും. ബ്രോ കൂടെയുള്ളതല്ലേ, എവിടെയാണെങ്കിലും എനിക്ക് ഓക്കെയാണ്. ഇവിടെ അടുത്ത് വല്ല മാളും ഉണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാം. പിന്നെന്താ, പോവാലോ. അവർ ബാംഗ്ലൂർ ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ആസ്വദിച്ചുകൊണ്ട് പലയിടത്തും അവർ നന്നായി കറങ്ങി.
അമ്മുവിനോടത്തുള്ള ഓരോ നിമിഷങ്ങളിലും ജയ് ശ്രദ്ധിച്ചത് ഒരു കാര്യമായിരുന്നു. തൻ്റെ കൈ വിടാതെ അവൾ പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്നൊരു കാര്യമായിരുന്നു. തൻ്റെ കൈ ചേർത്ത് പിടിച്ചാണ് അവൾ നടക്കുന്നത്. അവൾ ഇരിക്കുമ്പോഴെല്ലാം തൻ്റെ ഷോൾഡറിൽ തല വച്ചിരിക്കും. അതായിരുന്നു അമ്മുവിൻ്റെ രീതി. ബ്രോ, നമുക്കൊരു സിനിമ കണ്ടാലോ? അമ്മു ചോദിച്ചു. അതിനെന്താ, കാണാലോ. അങ്ങനെ അവർ സിനിമാ തിയേറ്ററിലുമെത്തി. സിനിമയിൽ ആസ്വദിക്കുമ്പോഴും ജയ് ശ്രദ്ധിച്ചത് അതേ കാര്യം തന്നെയായിരുന്നു. തൻ്റെ ഷോൾഡറിൽ തലവെച്ച് അവൾ തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഇരിക്കുന്നു. അവൾ എപ്പോഴും തന്നോട് അങ്ങനെ തന്നെയാണ് എന്നവന് തോന്നി. ഇത്രയും നേരം ഒപ്പമുണ്ടായിട്ടും അവൾ അധികമൊന്നും സംസാരിച്ചിട്ടില്ല. ഓരോ സമയവും അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം മാത്രമാണ് അവൻ കണ്ടത്. അവൾ അത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് തന്നോടത്തുള്ള ഈ നിമിഷങ്ങളെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ വാക്കുകൾ അവൾക്ക് അത്രത്തോളം കിട്ടുന്നില്ല എന്നും അവന് മനസ്സിലായി. ലോകം മുഴുവൻ കീഴടക്കിയതിൻ്റെ സന്തോഷം തനിക്കുണ്ടെന്ന് ഇടയ്ക്ക് അമ്മു ജയ്യുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. ജയ് അവളെ ഒന്ന് നോക്കി. സത്യ ബ്രോ, ഈ ലോകം മുഴുവൻ കീഴടക്കിയതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ബ്രോ. താൻ മനസ്സിലാക്കിയ അതേ കാര്യം അവൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ബ്രോ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലേ ബ്രോ? അതിൻ്റെ കാര്യം എന്താണെന്ന് ജയ്ക്ക് മനസ്സിലായില്ല. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്ത് സംഭവിച്ചു താൻ അവളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട്. മോളുടെ ജീവിതത്തിൽ ഞാൻ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചേ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പറയാറുണ്ട് ബ്രോ. എന്നാ പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഞാൻ പിന്നെ പറയാം. സിനിമ കഴിഞ്ഞില്ലേ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? കഴിക്കാലോ. ദേ അവിടെ ഐസ്ക്രീം ഉണ്ട്, ഞാൻ വാങ്ങിയിട്ട് വരാം. ശരി. മറുവശത്ത് ആമിയെ തേടി ഒരു കോളെത്തി. ഹലോ എടീ, നീ അന്ന് ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നില്ലേ? പയ്യൻ്റെ ഫോട്ടോയോ? ജയ്ന്ന് പേര് പറഞ്ഞിട്ട്. എന്താടീ? എടീ, ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്, ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടി വന്നതാ. ഓക്കെ. ഞാൻ അവനെ ഇവിടെ വെച്ച് കണ്ടു, ഒറ്റയ്ക്കല്ല, ഒരു പെൺകുട്ടിയോടൊപ്പം. ആരെ? ജയ്യേ. ബാംഗ്ലൂരോ? നോ ചാൻസ്. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവൻ നാട്ടിലാ. അല്ലടി, അവൻ തന്നെ, അതെനിക്ക് ഉറപ്പാ. അതെന്താ നിനക്ക് അത്ര ഉറപ്പ്? ഒരാളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. ഞാൻ എന്തായാലും ഫോട്ടോ അയക്കാം, നീ നോക്ക്, അവൻ തന്നെയല്ലേ എന്ന്. നീ അയച്ച ഫോട്ടോയും ഇവരും ഒരേപോലെ തന്നെയുണ്ട്. അതിപ്പോൾ ഒരുപോലെ ഒരുപാട് പേരില്ലടി. എടി അല്ല, ഇത് അവൻ തന്നെ, എനിക്ക് ഉറപ്പാ. ഞാൻ നിനക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ നോക്ക്. കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയോ? ഞാൻ കുറച്ച് നേരമായിട്ട് അവരുടെ പുറകിലുണ്ട്, അതുകൊണ്ട് അവരുടെ ഒരുപാട് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ പുറകെ പോയത്. ഇവിടുത്തെ ഒരു മാളിൽ വെച്ചാണ് ഞാൻ ആദ്യം കണ്ടത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായതുകൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഫോട്ടോ അത്ര ക്ലിയർ അല്ല, നീ ഒന്ന് നോക്ക്. പിന്നെ വളരെ അടുത്ത് നിന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അവർ രണ്ടുപേരും ഇവിടെ കറങ്ങുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ട് ലവേഴ്സിനെ പോലെയാണുള്ളത്. ലവേഴ്സോ? അതേടി, നീ ആ ഫോട്ടോ നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. അവൾ അയച്ചു കൊടുത്ത ഫോട്ടോസ് ആമിയൊന്ന് നോക്കി. ജയ്യോടത്ത് സാരി ഉടുത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസായിരുന്നു അത്.
പല സ്ഥലത്തു നിന്നും എടുത്ത ഫോട്ടോസുകളായിരുന്നു അത്. എല്ലായിടത്തും അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് നടക്കുകയും അവൻ്റെ ഷോൾഡറിൽ തലചായ്ച്ചിരിക്കുകയും ചെയ്യുന്ന പിക്ചേഴ്സായിരുന്നു അത്. പെൺകുട്ടിയുടെ മുഖം മനസ്സിലായില്ലെങ്കിലും ആമിയൊന്ന് നെട്ടി. ഹലോ, നീ നോക്കിയോ ഫോട്ടോസ്? എടാ, ഞാൻ നോക്കി. ഇത് അവൻ തന്നെ ആയിരിക്കുമോ? അവൻ തന്നെയാ, അതിലൊരു സംശയമൊന്നുമില്ല. എടീ, ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പാണ്, അവൻ തന്നെയാണ്. ഒരു ചെറിയ പെൺകുട്ടിയാ കൂടെയുള്ളത്. ഒരു 18-20 വയസ്സ് പ്രായം കാണും, എനിക്കങ്ങനെയാ തോന്നുന്നത്. അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. കണ്ടിട്ട് ലവറാണെന്നാ തോന്നുന്നത്. അങ്ങനെയാണ് ഇരിപ്പും നടപ്പൊക്കെ. അവരിവിടെ ബാംഗ്ലൂർ ആസ്വദിച്ച് കറങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് സമയമായിട്ട് അവരുടെ പുറകെ ഉണ്ട്. ഞാൻ മാള് മുതൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. എടാ, ആമി ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. അവനെന്ന് ഉറപ്പല്ലേ? അവനെന്ന് ഉറപ്പാടി, ഒരു സംശയം നിനക്ക് വേണ്ട, അവൻ തന്നെയാണ്. നിനക്ക് ആ ഫോട്ടോസ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? നീ അയച്ചു തന്ന ഫോട്ടോയിൽ അതേ പയ്യൻ തന്നെയാണ്. അവൻ തന്നെയാണെന്ന് ഉറപ്പാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ആമി ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ജയാണെന്ന് ഉറപ്പിച്ചാൽ ആമിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ആമി എടുക്കുന്ന തീരുമാനത്തിൽ ആടിയുലയുമോ ജയുടെ ജീവിതം? കാത്തിരുന്ന് കാണാം. അടുത്ത ഭാഗം ഉടൻ വരും. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.